ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് നമുക്ക് അവൽ വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കി വെച്ചിരുന്നാൽ ഒരു 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ഞാനിവിടെ ചുവന്ന അവൽ 1/2 കിലോ എടുത്തിട്ടുണ്ട്. വെള്ള അവലിനേക്കാളും ചുവന്ന അവലാണ് അവൽ വിളയിച്ചതിന് കുറച്ചുകൂടെ ടേസ്റ്റി. ശർക്കര 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. തേങ്ങ ചിരകിയത് 3 കപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ശർക്കര ചെറിയ പീസാക്കിയിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ടിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അവൽ വിളയിച്ചതിന് കിട്ടുക. ഇതിപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു 4 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അവൽ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് മതിയാവും. കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഉരുളിയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യിലാണ് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് മതിയാവും. ഞാനിവിടെ കുറച്ച് റൈസിൻസും കൂടെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അതുകൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പൊട്ടുകടലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എള്ള് അതുകൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ശർക്കര പാനി ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തിക്കാകണ്ട, ഇത് മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് തേങ്ങ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി ഇത് അവൽ നനച്ചത് എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ കൂടെ ഉണ്ട്. അത് വേറൊരു രീതിയാണ്. അതിൽ നമ്മൾ തേങ്ങ ഇങ്ങനെ ശർക്കര പാനിയിലിട്ട് മൂപ്പിക്കാറില്ല, ശർക്കര പാനിയും ആക്കാറില്ല. അത് വേറൊരു പ്രിപ്പറേഷനാണ്. അതും വേറെ ടേസ്റ്റും വേറെയാണ് കേട്ടോ. അതൊരു ദിവസം നമുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം, അതായത് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന അവലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് നമുക്കിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതുകൂടെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പൊട്ടുകടലയും എള്ളും അതും കൂടെ ചേർക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇതുവരെയും ടിങ്കിൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.